ഇസ്രയേൽ ഇറാന് നേരെ നടത്തിയ ആക്രമണങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചത് പാകിസ്ഥാനിലെ സൈന്യാധിപനായ അസിം മുനീർ ആയിരുന്നു. അതായത് ഫീൽഡ് മാർഷൽ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അസിം മുനീറിന് ഇതിന് നിർണായകമായൊരു റോൾ വഹിച്ചു എന്നുള്ള തിയറിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഞെട്ടി. കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ കാലങ്ങളായിട്ട് അത്ര നല്ല ബന്ധത്തിൽ ആയിരുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം. ഇരു രാജ്യങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇരുവരും ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവരാണ്. അങ്ങനെയുള്ള ഇറാനിലേക്ക് അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപൻ കഴിഞ്ഞ മെയ്യിൽ ഒരു സന്ദർശനം നടത്തുന്നു. ഈ സന്ദർശന വേളയിൽ ഇറാൻ്റെ കമാൻഡർ ഇൻ ചീഫ് അതായത് മുഹമ്മദ് ബക്കാരിയുമായിട്ട് അസിം മുനീർ കൂടിക്കാഴ്ച നടത്തുന്നു, സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് സഹോദരനെ പോലെയാണ്, നമ്മളുടെ സഹോദര രാജ്യമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് ബക്കാമിയും ഈ അസിം മുനീറും തമ്മിൽ വലിയ ഊഷ്മളമായ സൗഹൃദമൊക്കെ പങ്കുവച്ചു. ഇതിനുശേഷം പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസിം മുനീർ ഒരു വില പിടിച്ച സമ്മാനം ഇറാൻ്റെ സൈനിക മേധാവി മുഹമ്മദ് ബക്കാമിക്ക് നൽകുന്നുണ്ട്. അതൊരു വാച്ചാണ്. ഈ വാച്ചിൻ്റെ പ്രത്യേകത GPS ബീക്കൺ ഘടിപ്പിച്ച അത്യന്താധുനികമായ ചില പ്രത്യേകതകളുള്ള ഒരു വാച്ചായിരുന്നു. ഈ വാച്ച് സ്വാഭാവികമായും പാകിസ്ഥാനിലെ സൈന്യാധിപൻ സമ്മാനിച്ചതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബക്കാമി കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു. ഈ വാച്ചിൻ്റെ പ്രത്യേകത GPS ട്രാക്കിംഗ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ഇവരുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാനും സാധിക്കുന്നു. അതായത് മൊസാദിൻ്റെ മറ്റൊരു തന്ത്രം. അത് അമേരിക്ക വഴി നേരിട്ട് അസിം മുനീറിനെ കൊണ്ട് ഇറാൻ്റെ സൈനിക മേധാവിക്ക് നൽകി. അതുകൊണ്ടാണ് ഇറാൻ്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ബക്കാവി, ഹൊസൈൽ സലാമി, അലിം ഷങ്കാനി തുടങ്ങിയവരൊക്കെ തന്നെ എവിടെയാണ് രാത്രി സമയത്ത് ഉണ്ടാകുന്നത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഇസ്രായേലിന് സാധിച്ചത്. അപ്പോൾ ഇസ്രായേൽ പ്രിസൈസായിട്ടുള്ള ആക്രമണം നടത്തിയതുകൊണ്ടാണ് ആ സൈനിക തലപ്പത്തുള്ള എല്ലാ ആളുകളെയും കൊല്ലാൻ സാധിച്ചത്. ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള കാരണം അസിം മുനീർ കരുതുന്നുണ്ട് അവിടുത്തെ ആയത്തുള്ള അലി ഖമനേയും കൊല്ലപ്പെടും. അങ്ങനെയാണെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകും, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം അസിം മുനീർ ഇവിടെ ഒരു ചാരൻ്റെ പണിയാണ് എടുത്തത്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനിക മേധാവി തങ്ങളുടെ സൈനിക മേധാവിയെ ചതിക്കുമെന്ന് ഇറാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മാത്രവുമല്ല, പാകിസ്ഥാന് കൂടുതൽ ബന്ധം അമേരിക്കയുമായിട്ടാണ്. അപ്പോൾ മൊസാദിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാകുമെന്ന് കരുതിയില്ല. ഇതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് പാകിസ്ഥാന് വേൾഡ് ബാങ്ക് $40 ബില്യൺ സഹായം നൽകുന്നു, IMF സാമ്പത്തിക സഹായം നൽകുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്താണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വലിയ സംഘർഷമുണ്ടായി, പാകിസ്ഥാൻ തീവ്രവാദ രാജ്യമാണെന്ന് പറയുന്നു, എന്നിട്ടും എന്തിനാണ് ഇവർ സഹായിക്കുന്നതെന്ന്. അപ്പം അസിം മുനീർ വളരെ വിലപ്പെട്ട GPS ബീക്കൺ ഘടിപ്പിച്ച ഒരു വാച്ച് അവിടുത്തെ സൈന്യാധിപന് നൽകുന്നു. അങ്ങനെ ആ സൈന്യാധിപൻ അവിടെ നടത്തുന്ന ചർച്ചകളുടെ, അവരുടെ മീറ്റിങ്ങുകളുടെ, അവരുടെ മൂവ്മെൻറ്റ് കൃത്യമായ വിവരങ്ങൾ ഇസ്രയേലിനും അല്ലെങ്കിൽ മൊസാദിന് ലഭിക്കുന്നു. അത് ഇടയാക്കിയതായിക്കോട്ടെ അസിം മുനീറും. അതുകൊണ്ടാണ് ഫീൽഡ് മാർഷൽ പദവി കിട്ടിയ അസിം മുനീറിനെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി ആദരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല, അസിം മുനീറിന് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റൊക്കെ ആകാൻ ആഗ്രഹമുണ്ട്. ഒരു ഭരണ അട്ടിമറിയൊക്കെ നടത്തണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണയും വേണം. ഇതുകൊണ്ടാണ് അമേരിക്ക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുകയും ചെയ്തതും. ഇതൊരു വലിയ കോൺസ്പിറസി തിയറി തന്നെയാണ്. അച്ഛൻ വാച്ചിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ ഈ നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിൽ അത്ര സുഖമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് കഴിഞ്ഞ ജനുവരിയിൽ ജെയ്ഷ അൽ ആദി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് നേരെ ഇറാൻ ഒരു ആക്രമണം നടത്തിയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തി. പിന്നീട് ഇസ്ലാമാബാദിലെ എംബസിയിലേക്ക് ഇറാൻ അംബാസഡറെ വിളിച്ചു വരുന്നു. അങ്ങനെ മൊത്തത്തിൽ നയതന്ത്ര തലത്തിലൊക്കെ വലിയ പ്രശ്നമുണ്ടായപ്പോഴാണ് ഇറാനിലേക്ക് പാകിസ്ഥാൻ്റെ ഈ അസിം മുനീർ ഒരു സന്ദർശനം നടത്തുന്നത്. അപ്പോൾ ലോകം തന്നെ ഞെട്ടിയ ഒരു സന്ദർശനമായിരുന്നു ഇത്. അപ്പോൾ മെയ് മാസം അവസാനം നടത്തിയ ഇറാൻ വിസിറ്റിലൂടെ അസിം മുനീർ അക്ഷരാർത്ഥത്തിൽ ഇറാനെ ചതിക്കുകയായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, വെസ്റ്റ് ഏഷ്യയുടെ ചുമതലയുള്ള മൈക്കൽ കുർല എന്ന് പറയുന്ന അമേരിക്കൻ പ്രതിനിധി പിന്നീട് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് പറഞ്ഞിരുന്നു, ലോകത്തെ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ അമേരിക്കയുടെ പങ്കാളിയാണ് പാകിസ്ഥാൻ, ഇന്ത്യ പ്രവർത്തിക്കുന്ന പോലെയാണ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വലുതായിട്ട് പുകഴ്ത്തുകയും ചെയ്തു. ഇതൊക്കെ തന്നെ അസിം മുനീർ ഇറാനെ ചതിച്ചതിനുള്ള പ്രത്യുപകാരമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം. മാത്രമല്ല, ബലൂജ് മേഖലയിലേക്ക് അമേരിക്കയ്ക്ക് കുറച്ച് താല്പര്യമുണ്ട്. കാരണം അവിടെ വളരെ അപൂർവമായി കാണുന്ന
ധാതു നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപമൊക്കെ കൈയടക്കാനായിട്ട് ചൈന അവിടെ വലിയ നിക്ഷേപം നടത്തുകയും അവിടെ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ബലൂജികളുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുണ്ടായി. ഈ സമയത്ത് ഈ ബലൂജിൽ ഇറാനികൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിലേക്ക് ചില ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു. അങ്ങനെ ഖമനയുടെ ചിറകൊടിക്കാൻ കഴിയുമെന്നൊക്കെ ചിന്തിക്കുന്നു. എന്തൊക്കെയോ അവിടെ കോൺസ്പിറസിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ബലൂജ് മേഖലയിലേക്ക് അമേരിക്കയ്ക്ക് കുറച്ച് നിക്ഷേപ താല്പര്യമുണ്ട്. അങ്ങോട്ടേക്ക് അവർ വരുമെന്നും ചിന്തിക്കുന്നു. ഇവിടെ മൊസാദിൻ്റെ ഓപ്പറേഷനെ നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാം. കാരണം ഇസ്രയേൽ എന്തായാലും ഇറാനെ ആക്രമിക്കും. അങ്ങനെ ആക്രമിക്കുമ്പോൾ തല തകർക്കണമെന്നാണ് അവർ ചിന്തിച്ചത്. അതുകൊണ്ടാണ് മുഹമ്മദ് ബക്കേരി എന്ന് പറയുന്ന സൈനിക തലവനെ, ഹൊസൈൽ സലാമി എന്ന് പറയുന്ന അവിടുത്തെ RGCയുടെ തലവനെ ഒക്കെ തന്നെ തട്ടിയതും. കാരണം ഇവരാണ് ഈ അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന ഇറാൻ്റെ ഒരു ശക്തി കേന്ദ്രം. ഇറാൻ്റെ ബുദ്ധിയെ, സൈന്യത്തെ, ശക്തിയെ, അത് ആണവ ഗവേഷണത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ശക്തികളെയാണ് കൊന്നു തള്ളിയത്. അപ്പം ഇത്തരം ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ എത്രയോ കാലം മുമ്പേ പദ്ധതിയിടുന്നു. അങ്ങനെ ഇസ്രായേൽ അമേരിക്കയുമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളിലൂടെ ഒരു വാച്ച് നിർമ്മിക്കുന്നു. അത് GPS ബീക്കണൊക്കെ ഘടിപ്പിച്ച വാച്ചാണ്. അപ്പം ആ വാച്ച് വളരെ വിശ്വാസമുള്ള ഒരാൾ നൽകിയെങ്കിൽ മാത്രമേ ഇറാൻ്റെ മുഹമ്മദ് ബക്കാരിയെ പോലെയുള്ള സർവ്വ സൈന്യാധിപൻ ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ പാക് സൈന്യാധിപനായ അസിം മുനീർ ഈ സർവ്വ സൈന്യാധിപന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും എന്തോ പ്രത്യേകതയൊക്കെയുള്ളൊരു വാച്ച്, അല്ലെങ്കിൽ മനോഹരമായ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വാച്ച് കെട്ടിക്കൊണ്ട് നടന്നു. അതിനുശേഷം നടന്ന എല്ലാ മീറ്റിങ്ങുകളുടെയും എല്ലാ നീക്കങ്ങളുടെയും വിവരങ്ങൾ അപ്പം മൊസാദിലേക്ക് എത്തുന്നു. ഇസ്രയേലിന് അറിയാൻ കഴിയുന്നു. അതുകൊണ്ടാണ് 200ഓളം വിമാനങ്ങൾ ഇസ്രയേലിലേക്ക് ഇസ്രയേലിൽ നിന്ന് പറന്നുയർന്ന് ഇറാനെ ആക്രമിക്കുന്നു. ഈ ആക്രമിക്കുമ്പോൾ ഈ സൈനിക തലവന്മാർ, ഗവേഷകരൊക്കെ, അതായത് ഈ ശാസ്ത്രജ്ഞരൊക്കെ എവിടെയാകുമെന്ന് എങ്ങനെയാണ് ഇസ്രയേൽ തിരിച്ചറിഞ്ഞത്? അതൊരു വലിയ സംശയമാണ്. അത് ഈ വാച്ചിൽ ഘടിപ്പിച്ച GPS മൂവ്മെൻറ്റിലൂടെ കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിനകത്ത് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി മൊസാദ് നൽകിയ ഓപ്പറേഷൻ സക്സസ് ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് അവരെ തീർക്കാൻ സാധിച്ചത്. വേണമെങ്കിൽ അയത്തുള്ള അലി ഖമനയെയും തീർക്കാമായിരുന്നു. പക്ഷേ ഇസ്രയേലിന് ഖമനയെ തീർക്കാൻ താല്പര്യമില്ല. അവിടുത്തെ സൈനിക അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആത്മീയ ആചാരനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയുള്ള ചുറ്റുവട്ടത്തെ ചിറകെല്ലാം ഒടിക്കണം. ഇതാണ് ഖമനയുടെ ചിറകൊടിച്ചുകൊണ്ടുള്ള ആ ഒരു ഓപ്പറേഷനിലൂടെ ഇസ്രയേൽ സാധിച്ചത്. എന്ന് വെച്ചാൽ ബുദ്ധിപരമായ, സൈനികപരമായ, ആണവ ഗവേഷണത്തിൻ്റെയൊക്കെ ശക്തി കേന്ദ്രങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ താലിബാൻ്റെ ഭാഗത്തു നിന്ന് ഇറാന് നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഇറാൻ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനെ ആക്രമിക്കാറുണ്ട്. അത് ഇന്ത്യക്കും ഗുണകരമാണ്. പക്ഷേ ഇവിടെ അസിം മുനീറിൻ്റെ വാച്ച് സമ്മാനിച്ചതോടുകൂടി ഇസ്രയേലും ഇറാനും തമ്മിൽ ഉള്ള ഒരു പ്രശ്നത്തിന് ഞങ്ങൾ മധ്യസ്ഥ വഹിക്കുന്ന പോലെ ഒരു റോൾ വഹിക്കുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാൻ കരുതിയത്. പക്ഷേ അസിം മുനീറിനെ ഉപയോഗിച്ച് ഇസ്രയേലും അമേരിക്കയും ഒരു തന്ത്രം പ്ലാൻ ചെയ്യുകയാണ്. ബുദ്ധിയും ശക്തിയും സാങ്കേതിക വിദ്യയും ഒക്കെ ഉള്ള പട്ടാള മേധാവികളെ മുഴുവൻ അസിം മുനീർ നൽകിയ ഒരു വാച്ചിലൂടെ വേണമെങ്കിൽ മൊസാദ് തീർത്തു എന്ന് പറയാം. അപ്പോൾ ഇസ്രയേലിന് കൃത്യമായിട്ട് ഈ സൈനിക തലവന്മാരെയൊക്കെ കൊന്നു തള്ളാൻ കഴിഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഈ IRGCയുടെ തലവനാണ് ശരിക്കും പറഞ്ഞാൽ ഈ മതമൗലിക വാദങ്ങളുടെ എല്ലാം തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്, അവിടുത്തെ ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ തീർക്കുക എന്നുള്ളതും ഇസ്രയേലിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞതാണ്, ഇറാൻ ജനതയെ നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളൂ, നിങ്ങൾ വലിയൊരു ആപത്തിലേക്ക് പോവുകയാണ്, ഈ അയത്തുള്ള അലി ഖമനയെ നിങ്ങളെ ദുരന്തത്തിലേക്ക് നയിക്കുന്നു. ഒടുവിലാണ് ഏതാണ്ട് 10 വർഷത്തെ നിഴൽ യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ ഇറാന് മേൽ വലിയ ആക്രമണം നടത്തുന്നു. ആക്രമണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അവിടുത്തെ ബുദ്ധി, ശക്തി, സൈനിക തലവന്മാരെ മുഴുവൻ തീർത്ത് അതായത് പരലോകത്തേക്ക് അയക്കുന്നു. ഇത്തരം ഒരു ആക്രമണം മൊസാദ് പ്ലാൻ ചെയ്ത് നടപ്പാക്കി. അതും അസിം മുനീർ പതിവില്ലാതെ ഇറാനിലൊരു സന്ദർശനം നടത്തുന്നു. അവരുടെ സൈനിക മേധാവിയായ മുഹമ്മദ് ബക്കാവിക്ക് അസിം മുനീർ ഒരു വിലപ്പെട്ട വാച്ച് ഗിഫ്റ്റായിട്ട് നൽകുന്നു. ഈ വാച്ചിലൂടെ കാര്യങ്ങൾ, തന്ത്രങ്ങളെല്ലാം തന്നെ അമേരിക്കയും ഇസ്രയേലും മെനയുന്നു. ഈ തന്ത്രങ്ങളുടെ ഒടുവിൽ ഇറാന് കടുത്ത ആഘാതം ഏൽപ്പിക്കുന്നു. അങ്ങനെ ഖമനയുടെ ചിറകൊടിച്ച തന്ത്രം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ നൽകിയ സമ്മാനത്തിലൂടെ ആയിരുന്നു എന്നുള്ളത് ഇറാനെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്.